നമസ്കാരം. കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുവൈത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് ഊഷ്മള സ്വീകരണം. കുവൈത്ത് കിരീടാവകാശി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് കാലത്താണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈത്തിലെത്തിയത്. കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സോയ്ക്കയുടെ നേതൃത്വത്തിൽ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് വിമാനത്താവളത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂന്നിയുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. മേഖലയിലെയും ആഗോളതലത്തിലെയും വിവിധ സംഭവവികാസങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു. കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാൽ ഖാലിദ് അൽ ഹമദ് അസബാഹുമായും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹുമായും ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസകൾ ഡോക്ടർ എസ് ജയശങ്കർ ഇരുവരെയും അറിയിച്ചു. ഇന്ത്യയും കുവൈത്തും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഊഷ്മളമായ ബന്ധവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാനും വിവിധ മേഖലകളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സന്ദർശനം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യ കുവൈത്ത് ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ സന്ദേശമാണ് KKMA ക്യാമ്പ് വഴി കുവൈത്ത് സമൂഹത്തിന് സമർപ്പിക്കുവാൻ സാധിച്ചതെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് ഖേദർ ചേലാട്ട് അഭിപ്രായപ്പെട്ടു. KKMA ആതുര സേവന വിഭാഗമായ മാഗ്നറ്റിന്റെ കീഴിൽ ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിലാണ് രക്തദാന ക്യാമ്പ് ഒരുക്കിയത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 വരെ നടന്ന ക്യാമ്പിൽ 150-ലധികം പേർ രക്തദാനം നിർവഹിച്ചു. ജോയ് ആലിക്കാസ് മാർക്കറ്റിംഗ് മാനേജർ സൈമൺ പള്ളിക്കുന്നത്ത്, മെഡെക്സ് മാർക്കറ്റിംഗ് മാനേജർ ലെമ ഇബ്രാഹിം, KKMA കേന്ദ്ര പ്രസിഡന്റ് K ബഷീർ, ചെയർമാൻ AP അബ്ദുൽ സലാം, വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ, ട്രഷറർ മുനീർ കുനിയ, സംസം റഷീദ്, T ഫിറോസ്, AT നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. KKMA കേന്ദ്ര ജനറൽ സെക്രട്ടറി BM ഇക്ബാൽ സ്വാഗതവും കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് KC റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ KIC രാഷ്ട്രരക്ഷാ സംഗമം സംഘടിപ്പിച്ചു. മംഗഫ് മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രാഷ്ട്രരക്ഷാ സംഗമം കേന്ദ്ര ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഇസ്മായിൽ ഹുദവി പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൾ ഗഫൂർ ഫൈസി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇസ്മായിൽ വള്ളിയോത്ത് പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ ചോരയും വിയർപ്പും ഒഴുക്കിയാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നും വൈവിധ്യങ്ങളെ ചേർത്ത് പിടിച്ചും ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിച്ചും രാജ്യത്തിന്റെ പൈതൃകം തകരാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആബിദ് ഫൈസി സ്വാഗതവും ഫൈസൽ കുണ്ടൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. SMCA കുവൈത്ത് ബാലദീപ്തി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിറവ് 2024 എന്ന പേരിൽ ഖബ്ദിൽ നടന്ന ക്യാമ്പ് SMCA പ്രസിഡന്റ് ഡെന്നി കാഞ്ഞുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിജു എണ്ണംപറയിൽ സ്വാഗതം ആശംസിച്ചു. ബാലദീപ്തി പ്രസിഡന്റ് TR റോസ് തോമസ്, AKCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബോബി കയ്യാലപ്പറമ്പിൽ, വിമൻസ് വിംഗ് അഡ്ഹോക് കമ്മിറ്റി സെക്രട്ടറി ട്രിൻസി ഷാജു, ട്രഷറർ റിൻസി തോമസ്, SMIM പ്രസിഡന്റ് ജിഞ്ചു ചാക്കോ എന്നിവർ ആശംസകൾ നേർന്നു. സെൻട്രൽ ട്രഷറർ ഫ്രാൻസിസ് പോൾ നന്ദി പറഞ്ഞു. ബാലദീപ്തി ചീഫ് കോർഡിനേറ്റർ ബോബിൻ ജോർജ് ക്ലാസുകൾ നയിച്ച ജെറി ജോസഫിനെയും മെറ്റി തോമസിനെയും പരിചയപ്പെടുത്തി. 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ വൈദികർ സോജൻ പോൾ, ജോയ് മാത്യു മുണ്ടയ്ക്കൽ, ജോൺസൺ നെടുമ്പുറത്ത് എന്നിവർ കുട്ടികളെ അഭിസംബോധന ചെയ്തു. SMC ഏരിയ കൺവീനർമാരായ സിജോ മാത്യു, ജോബ് ആന്റണി, റിനീഷ് ഫ്രാൻസിസ് പോൾ, ബാലദീപ്തി ഏരിയ കോർഡിനേറ്റർമാരായ ജോജി ജോസഫ്, അജി ആന്റണി, പ്രിൻസ്, ബോബി കുഴിമറ്റം, മീഡിയ കൺവീനർ ജിസ് ജോസഫ് മാളിയേക്കൽ ആശംസകൾ അറിയിച്ചു. ആക്ടിംഗ് സെക്രട്ടറി തോമസ് കറുകക്കുളം നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റിഗയിലെ കുവൈത്ത് ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ IIC കൗൺസിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സംഗമത്തിൽ IIC വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പേക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ ഭൂതകാലം അയവിറക്കുമ്പോൾ ജാതിമതഭേദങ്ങൾക്കതീതമായ ഒത്തൊരുമയുടെയും ചെറുത്തുനിൽപ്പിന്റെയും സുന്ദര സ്മരണകൾ ദർശിക്കാൻ സാധിക്കുമെന്ന് കോൺക്ലേവ് അഭിപ്രായപ്പെട്ടു.
മതേതര ഇന്ത്യയിലെ മുസ്ലിം സ്വാധീനവും ചരിത്രവും ഭാവിയും എന്ന വിഷയത്തിൽ PB അബ്ദുൽ വഹാബും ഇസ്ലാഹ് സമകാലിക വായന എന്ന വിഷയത്തിൽ അബ്ദുൽ നാസർ മുട്ടിലും സംസാരിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി അയ്യൂബ് ഖാൻ മാങ്കാവ് സ്വാഗതവും ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സലഫി നന്ദിയും പറഞ്ഞു. അബൂബക്കർ ഖിറാഅത്ത് നടത്തി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. വയനാട് പുനരധിവാസത്തിനായി കുവൈറ്റ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിഹിതമായി 14 ലക്ഷം രൂപ കൈമാറി. ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി കുവൈറ്റ് KMCC സമാഹരിക്കുന്ന 50 ലക്ഷം നിധിയിലേക്കുള്ള വിഹിതമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയത്. ജില്ലയിലെ 13 മണ്ഡലം കമ്മിറ്റികൾ ചേർന്നാണ് വയനാട് ഫണ്ടിലേക്ക് 14 ലക്ഷം രൂപ സമാഹരിച്ചത്. ഫർവാനിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി 14 ലക്ഷം രൂപയുടെ ചെക്ക് KMCC സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ മഷൂർ തങ്ങൾക്ക് കൈമാറി. ജില്ലാ ഭാരവാഹികളായ VP അബ്ദുള്ള, അലി അക്ബർ കർത്തേടത്ത്, ഗഫൂർ അത്തോളി, സമീർ തിക്കോടി, സാദിഖ് TV, സംസ്ഥാന ഭാരവാഹികളായ ഗഫൂർ വയനാട്, ഹാരിസ് വള്ളിയോത്ത്, റൌഫ് മഷൂർ തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണം ഈദ് ആഘോഷം 2024 പോസ്റ്റർ പ്രകാശനം ചെയ്തു. അബ്ബാസിയ യുണൈറ്റഡ് സ്കൂളിൽ നടന്ന പരിപാടി രക്ഷാധികാരി ഹമീദ് കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നജീബ് PV അധ്യക്ഷത വഹിച്ചു. ഓണം ഈദ് ആഘോഷ പരിപാടിയുടെ പോസ്റ്റർ ജനറൽ കൺവീനർ നിജാസ് കാസിമിന് നൽകിക്കൊണ്ട് രക്ഷാധികാരി രാകേഷ് പറമ്പത്ത് പ്രകാശനം ചെയ്തു. ഒക്ടോബർ 18-ന് ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികളെ യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു. മഹിളാവേദി ജനറൽ സെക്രട്ടറി രേഖ S സംസാരിച്ചു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ബേപ്പൂർ സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായ നിരവധി പേരുടെ കണ്ണീർ കഥകൾ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാതാപിതാക്കളും സഹോദരനും നഷ്ടമായ പെൺകുട്ടിയെക്കുറിച്ചുള്ള കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കുവൈത്തിലെ പ്രമുഖ നാടക പ്രവർത്തകൻ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ രചനയും സംഗീതവും നിർവഹിച്ച കവിത ആലപിച്ചത് ബിനു ആന്റണി ആലപ്പിയാണ്. യൂട്യൂബിൽ പുറത്തിറങ്ങിയ വൈറൽ കവിതയുടെ ദൃശ്യാവിഷ്കാരത്തോടെ കുവൈത്ത് എഡിഷൻ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. എന്നച്ഛനുറങ്ങുന്ന നാട്, എന്നമ്മയുറങ്ങുന്ന നാട്, എൻ അനുജനുറങ്ങുന്ന നാട്, ഇതു വയനാടൻ മണ്ണിൻ നാട്. ചൂരൽ മലയാടിയ നാട്, അരുവികളും പുഴകളും ശാന്തമായൊഴുകിയ നാട്. പശ്ചിമഘട്ട മലനിരയുള്ളൊരു നാട്, ഇതു കാവ്യമനോഹരി നാട്. ശാന്തമായി പോയ നാട്, ശാന്തിയേകിയൊരു നാട്. ശാന്തമായി പോയ നാട്, ശാന്തിയേകിയൊരു നാട്. ഒന്നച്ഛനെയും അമ്മയെയും ഓർത്തോർത്തു കരയുന്നു എന്നുയിര്.